മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. മുസ്ലിം ലീഗ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ. പക്ഷേ അവർക്ക് വഖഫുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നും അവകാശപ്പെടാനുള്ളതില്ല. വഖഫിൻ്റെ അവകാശം ആരൊക്കെയാണ്? അതിൻ്റെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകൾക്കാണ് വഖഫിൻ്റെ അവകാശവാദമുള്ളത്. മുസ്ലിം ലീഗ് ഭരണപക്ഷത്താവുമ്പോഴും പ്രതിപക്ഷത്താവുമ്പോഴും വഖഫ് ബോർഡിൽ അവർക്ക് എല്ലാ കാലത്തും സ്വാധീനം ഉണ്ടാവാറുണ്ട്. പുതിയ വഖഫ് ഭേദഗതി നിയമനത്തിന് ശേഷം ഈ മുത്തവല്ലിമാരുടെ കോട്ടയിൽ നിന്ന് വരാറുള്ള ആളുകൾ, പ്രത്യേകിച്ച് MC മൈൻ ഹാജി, AK സൈനുദ്ദീൻ, ഇവരൊന്നും ഇത്തവണ വഖഫ് ബോർഡിലില്ല. ഒപ്പം തന്നെ CPM നോമിനേറ്റ് ചെയ്ത ആളുകളെല്ലാം തന്നെ പ്രത്യേകിച്ച് പാർട്ടി ബന്ധമുള്ള ആളുകളാണ്. ഇപ്പോൾ മുക്കം ഉമർ ഫൈസിയെ പോലെ, അഡ്വക്കേറ്റ് PU അലിയെ പോലെ 2 പേര് സമസ്തയുടെയും AP വിഭാഗത്തിൻ്റെയും പ്രതിനിധികളുണ്ട്. മറ്റ് മുസ്ലിം സംഘടനകൾക്കൊന്നും നിലവിൽ പ്രാതിനിധ്യം കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ താങ്കളുടെ ഒരു വഖഫ് ബോർഡ് ചെയർമാൻ എന്നുള്ള പദവി അതൊരു പക്ഷേ UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കുറച്ചും കൂടിയും ശത്രുതാപരമായി കണ്ടേക്കാം. അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. മുസ്ലിം ലീഗ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ. പക്ഷേ അവർക്ക് വഖഫുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നും അവകാശപ്പെടാനുള്ളതില്ല. വഖഫിൻ്റെ അവകാശം ആരൊക്കെയാണ്? അതിൻ്റെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകൾക്കാണ് വഖഫിൻ്റെ അവകാശവാദമുള്ളത്. അപ്പോൾ സമസ്തയാണ് ഒന്ന്, അതുപോലെ AP വിഭാഗം സമസ്തയുണ്ട്, അല്ലെങ്കിൽ നദ്വത്ത് മുജാഹിദ് സംഘടനകളുണ്ട്, വിവിധ മുജാഹിദ് സംഘടനകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമികൾ, അവർക്കൊക്കെ വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. സാമുദായിക സംഘടനകൾക്കാണ് വഖഫുള്ളത്. അവരാണ് വഖഫിൽ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്, അവരോടാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഈ സമുദായ സംഘടനകളുമായി ബന്ധം കണ്ടേക്കാം. അങ്ങനെ വന്നാൽ അതുവഴി മാത്രമാണ് അവർക്ക് വഖഫുമായി കണക്ഷൻ ഉള്ളത്. അതായത് ഡയറക്റ്റ് വഖഫുമായി രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. വേറെയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, വെൽഫെയർ പാർട്ടി ഉണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിഗണിക്കുമ്പോൾ വെൽഫെയർ പാർട്ടി ഉണ്ട്, രാഷ്ട്രീയ പാർട്ടിയാണ്. അതുപോലെ SDPI ഉണ്ട്, രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം സംഘടന വേറെയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളും വഖഫുമായി ശരിക്കും ബന്ധമില്ല. അത് ബന്ധമുണ്ടാവാൻ പാടുള്ളതും അല്ല ശരിക്കും. അല്ല, പാണക്കാട് സാദിഖലി തങ്ങളെ പോലെ നിരവധി പള്ളികളിലെ കാളിമാരും അതിന് വഖഫ് സ്വത്തുക്കളുടെ സൂക്ഷിപ്പ് ചുമതലയുള്ള ആളുകൾ ആ പാർട്ടിയുടെ തലപ്പത്തുണ്ട്, ഉണ്ടല്ലോ. എന്താ കാരണം? അവർക്ക് സമസ്തയായി ബന്ധമുണ്ട്. സമസ്തയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ ശരിക്ക്. അങ്ങനെ സമസ്തയുമായി ബന്ധമുള്ളത് കൊണ്ട് ഇതിൻ്റെ അവകാശികളായി മാറി. അതല്ലാതെ ഇതിനു മുമ്പ് മുസ്ലിം ലീഗിൻ്റെ വേറെ നേതാക്കളുണ്ടായിട്ടുണ്ട്. സുലൈമാൻ സൈഡ് സാഹിബ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൂപ്പര് വഖഫ് ബോർഡ് ചെയർമാനായി എന്നല്ലാതെ വഖഫ് പ്രോപ്പർട്ടിയുമായി ലീഗിനുള്ള ആ ബന്ധത്തിൽ മൂപ്പര് ആളല്ല. മൂപ്പര് വേറെ രീതിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടയാളാണ്. ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ സമസ്തയുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം അവർക്കുണ്ട്. അത് വെച്ചു ആ സമസ്തയുമായ ബന്ധത്തിലാണ് വഖഫുമായി അവർക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. അല്ലാതെ അവരുടെ രാഷ്ട്രീയ ലൈനുമായി കണക്ട് ചെയ്തല്ല വഖഫ് വരുന്നത്.